ഞാൻ രാമകൃഷ്ണൻ ടി ബി സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലൈമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. അതിനുശേഷം വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. ഏഷ്യയിൽ ഇന്ന് സൗത്ത് കൊറിയ ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും സ്ലൈറ്റ്ലി വീക്കാണ്. മോർണിംഗിൽ ജപ്പാനിലെ ഫ്ലാഷ് മെമ്മറി റിലേറ്റഡ് സ്റ്റോക്കായ കിയോക്സിയ ഹോൾഡിംഗ്സ് വീണ്ടും ഇന്ന് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈലാണ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം സൗത്ത് കൊറിയയിലെ മെമ്മറി റിലേറ്റഡ് സ്റ്റോക്കായ SK ഹൈനിക്സ്, സാംസങ് ഇലക്ട്രോണിക്സും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കയിൽ ഡൗ ജോൺസ് ഇൻഡെക്സ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതേസമയം മറ്റെല്ലാ ഇൻഡെക്സുകളും ബെറ്റർ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്പേസ് തന്നെയാണ് ഇന്നലെയും താരം $192.5 പെർ ഷെയറിനാണ് സ്പേസ് എക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആഫ്റ്റർ അവേഴ്സിലും സ്പേസ് എക്സ് ബെറ്റർ ആണ്. $213 പെർ ഷെയറിനാണ് ആഫ്റ്റർ അവേഴ്സിൽ ട്രേഡ് ചെയ്യുന്നത്. ടോട്ടൽ അലോട്ട്മെന്റ് ഗ്രീൻ ഷൂ ഓപ്ഷൻ അടക്കം സ്പേസ് എക്സിന്റെ കഴിഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ഇതും ഒരു പോസിറ്റീവ് ഇമ്പാക്ട് സ്പേസ് സ്റ്റോക്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. IPO പ്രകാരം നോക്കുകയാണെങ്കിൽ 20% റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് അലോട്ട് ചെയ്തിട്ടുള്ളത്. സമീപകാല US IPOs നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ഫിഗർ തന്നെയാണ്. പക്ഷെ മുമ്പ് ഓഫർ ചെയ്തിരുന്നത് 30% ആയിരുന്നു. പക്ഷേ 20% അലോട്ട്മെന്റ് വന്നിട്ടുള്ളൂ. അതിൻ്റെ ഒരു ഫ്രൻസിയും കൂടിയുണ്ട്. കാരണം അലോട്ട്മെന്റ് കിട്ടാതിരുന്നിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നുണ്ട്. വീണ്ടും സ്പേസസ് മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇനി കമ്മോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കമ്മോഡിറ്റികളിലും ഇന്നലെ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇന്ന് മോർണിംഗിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. $4,318 പെർ ഔൺസിനാണ്. സിൽവർ $69.41 പെർ ഔൺസിനാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അലുമിനിയം താഴെയാണ്. അതേസമയം മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. ബ്രെൻഡ് ക്രൂഡ് ഓയിൽ താഴെയാണ്. $82.8 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് വീണ്ടും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. 94.62 ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് ഡാറ്റ വന്നിട്ടുണ്ട്. മെയ് മാസത്തെ ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ റുപ്പീനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. അമേരിക്കയിലുള്ള ട്രേഡ് ഡീൽ സൈൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഇൻഫ്ലോസ് എക്സ്പോർട്സ് ഒക്കെ കൂടാനുള്ള സാധ്യതകളുണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് റുപ്പിയുടെ കാര്യത്തിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം നമ്മുടെ മൺസൂൺ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് വരുന്നത് വളരെ മോശമാണ്. മൺസൂൺ ഡെഫിസിറ്റ് കൂടിയേക്കുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെയുണ്ട്. തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ഒരു വൊളാറ്റിലിറ്റി ഒക്കെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം നമ്മൾ ഇന്നലെ അമേരിക്കയിലത്തെ മറ്റു സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ സ്പേസസ് റിലേറ്റഡ്, മെമ്മറി റിലേറ്റഡ്, ഹാർഡ്വെയർ റിലേറ്റഡ് സ്റ്റോക്കുകളൊക്കെ തന്നെയാണ് ഇന്നലെ വീണ്ടും മുന്നേറിയിരിക്കുന്ന. AMD, സാൻഡിസ്ക്, അതുപോലെ തന്നെ സീഗേറ്റ് ടെക്നോളജീസ്, വെസ്റ്റേൺ ഡിജിറ്റൽ, മൈക്രോൺ, ഈ സ്റ്റോക്കുകളൊക്കെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ന്യൂസ് ഫ്ലോസ് സൂചിക്കുന്ന ടെസ്ല, NVIDIA സ്റ്റോക്കുകളൊക്കെ വീണ്ടും മുന്നേറിക്കുമെന്നാണ് ഇന്റർനാഷണൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ഡൊമസ്റ്റിക് ആയ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ GMR എയർപോർട്ട്സ് മെയ് മാസത്തിൽ ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സിന്റെ എണ്ണത്തിന്റെ ഒരു ഇമ്പാക്റ്റിൽ 20.4 മില്യൺ പാസഞ്ചേഴ്സാണ് ഡൽഹി എയർപോർട്ടിൽ കൂടെ ട്രാവൽ ചെയ്തിരിക്കുന്നത്. ഹയസ്റ്റ് എവർ ആണ്. അതോടൊപ്പം തന്നെ പട്ടേൽ എഞ്ചിനീയർ 126.37 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. റെയിൽടെൽ 15.77 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. കോൺകോഡ് എൻവിറോ സിസ്റ്റംസ് 16 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ GRM ഓവർസീസ്, MSP സ്റ്റീൽ ആൻഡ് പവർ, റെസ്പോൺസീവ് ഇൻഡസ്ട്രീസ്, ഇതൊക്കെയാണ് പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 13 ദിവസത്തെ സെല്ലിങ്ങിന് ശേഷം ഇന്നലെ ബയേഴ്സാണ്. ഡൊമസ്റ്റിക് ഫണ്ടുകളും ബയേഴ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ബയാസോട് കൂടിയിട്ടുള്ള ഒരു മാർക്കറ്റ് സെന്റിമെന്റ് ആണ്. US ഫെഡിന്റെ 2 ദിവസത്തെ മീറ്റിംഗ് ഇന്ന് ആരംഭിക്കുകയാണ്. നാളെയാണ് US ഫെഡിന്റെ ഡിസിഷൻ വരുന്നത്. കെവിൻ വാർഷ്, പുതിയ US ഫെഡ് ചെയർമാന്റെ ആദ്യത്തെ മീറ്റിംഗ് ആണ്. ആ ഡിസിഷന് ശേഷമായിരിക്കും മാർക്കറ്റിൽ വീണ്ടും ആ ഡിസിഷൻ, ഇൻട്രസ്റ്റ് റേറ്റ് റിലേറ്റഡ് ഡിസിഷന്റെ ഒരു ഇമ്പാക്റ്റ് കാണാനായിട്ട് സാധിക്കുള്ളൂ. അതേസമയം ഇറാൻ-ഇസ്രായേൽ അമേരിക്ക സംഘർഷം ഒത്തുതീരുന്നു എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമൊക്കെയുണ്ട്. ഓൾറെഡി ഡീൽ സൈൻ ചെയ്തു എന്നൊക്കെയാണ് US പ്രസിഡന്റ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളായ കാരണം നാളെ മാറ്റി പറയുമെന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണണം. എന്നിരുന്നാലും ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്. ബ്രെൻഡ് ക്രൂഡ് ഓയിൽ താഴെ വരുന്നത് നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിന്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമന്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.